ഹായ് ഫ്രണ്ട്സ്, ഒരു നാടൻ സ്റ്റൈൽ, തനി നാടൻ സ്റ്റൈൽ ചെമ്മീൻ കറി, അതായത് കൊഞ്ച് ഉണ്ടാക്കി നോക്കിയാലോ? വരൂ. അമ്മയുടെ കാലിന് ചെറിയൊരു ഫ്രാക്ചർ സംഭവിച്ചപ്പം ഹോസ്പിറ്റലിലൊക്കെ ആക്കി റാഡൊക്കെ ഇട്ട് വീട്ടിൽ കൊണ്ട് കിടത്തിയപ്പോൾ അമ്മയ്ക്ക് കൊഞ്ച് തിന്നാനൊരു പൂതി. എന്നാൽ ഉണ്ടാക്കി കൊടുത്ത് നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉള്ളി, പച്ചമുളക്, തക്കാളി എന്നിവയൊക്കെ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇഞ്ചിയുടെ തോലൊക്കെ കളഞ്ഞ് നല്ല ഇടിയായി ഇടിക്കണം. നന്നായി ഇടിയായി ഇടിക്കുക. അതിന് ശേഷം നമുക്ക് വെളുത്തുള്ളിയും കൂടെ അധികം തോലൊന്നും കളയാതെ വെളിയിലെ തോല് മാത്രം കളഞ്ഞ് നന്നായിട്ടങ്ങ് ഇടികല്ലിൽ വെച്ച് ഇടിക്കാം. നല്ല ക്ലീനാക്കിയ ചെറിയ കൊഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 350 ഗ്രാമിൻ്റെ അടുത്ത് വരും. 1 കിലോ അല്ലെങ്കിൽ 600 ഗ്രാം കൊഞ്ച് ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ ഒരു 300-350 ഗ്രാമിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കുഞ്ഞ് ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുകിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഇടിക്കല്ലിൽ ഇടിച്ചു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അതിലേക്ക് ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം പോയ ശേഷം ഉള്ളി കൂടെ ഇട്ട് നമുക്ക് വാട്ടിയെടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടിയെടുക്കാൻ നമ്മൾ അതിലേക്ക് ആവശ്യമായ കല്ലുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കണം. കുറച്ച് കറിവേപ്പില വാരി വിതറണം. നന്നായി ഇളക്കാം. നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് തക്കാളി കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് പൊടി ഐറ്റം അങ്ങോട്ട് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർക്കാം. കറി നല്ല തിക്കും ടേസ്റ്റും ആവാൻ വേണ്ടി കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കാം. അതായത് ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് പൊടികളൊക്കെ ഒന്ന് വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത ഐറ്റം ചേർക്കാം. അപ്പോൾ പൊടികളുടെ മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർക്കാം. കൊഞ്ച്, നമ്മൾ കൊഞ്ചും കിഞ്ചൊന്നും പറയില്ല, പാലക്കാട്ടുകാർ പറയും ഇതിന്. എന്താ പറയുക, ചെള്ളിപ്പൊടി, അത്ര മതി. പച്ചച്ചെമ്മീൻ, പച്ചച്ചെള്ളിപ്പൊടി. ഈ ചെമ്മീനൊരു കുഴപ്പമുണ്ട്, നല്ല ഗ്യാസ്ട്രിക് ഉണ്ടാക്കും. അതിനാണ് നമ്മൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തിക്കയറ്റി ഇടുന്നത് ഇതിൽ. മനസ്സിലായല്ലോ? അപ്പോൾ ചെമ്മീനൊന്ന് ചുരുട്ടിയെടുത്ത ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിക്കാൻ വിടുന്നു. അവിടെ കിടന്നോട്ടെ, തിളക്കട്ടെ. അപ്പോൾ ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റി വന്നിട്ട് ഒന്ന് കുറുകട്ടെ. അപ്പം നമ്മുടെ കറി റെഡിയാവും. ചെറുതായി ഒന്ന് കുറുകിക്കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് കുറുക്കാൻ വേണ്ടി അവസാനത്തെ മോഡിഫൈ ആയിട്ട് കുറച്ച് കുരുമുളകും കൂടെ ചേർക്കുക. കുരുമുളക് പൊടി, പെപ്പർ. ഇതിനു മുമ്പ് വലിയ കൊഞ്ച് കിട്ടിയപ്പോൾ ഉണ്ടാക്കിയ നാടൻ കൊഞ്ച് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ തനി നാടൻ ശൈലിയിലുള്ള ഒരു ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവസാന മോഡിഫൈ ആയി കുറച്ച് കറിവേപ്പില കൂടെ മുകളിൽ വാരി വിതറുക. താങ്ക് യു.